ചിലരുടെ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോയുടെ ഫരിസേയർ വന്നിട്ട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് പോകണം. കാരണം എന്താണ്? ഹെറോദോസ് നിന്നെ കൊല്ലാനായിട്ട് ഒരുങ്ങുകയാണെന്ന് പറയണല്ലേ, കൊല്ലാനായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. ഈശോ പറയുകയാണ്, നിങ്ങൾ പോയിട്ട് ആ കുറുക്കനോട് പറയും, ഞാൻ ഇന്നും നാളെയും ഈ സുവിശേഷം പ്രസംഗിക്കും, മറ്റന്നാളും എൻ്റെ ജോലി ഞാൻ പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് പറയാനായിട്ട് പറയുകയാണ്. ഈശോ ജെറുസലേമിനെ നോക്കി വിലപിക്കുന്ന ഒരു രംഗം ഇന്നത്തെ സുവിശേഷത്തിലുണ്ട്. അതായത് ഇപ്രകാരമാണ് ഈശോ പറയുന്നത്, പിടക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിന്റെ കീഴിൽ ഒരുമിച്ച് ചേർക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെ നിങ്ങൾ എന്നോട് ചേർത്ത് നിർത്താനായിട്ട് ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചതാണ്, പക്ഷെ നിങ്ങൾ വിസമ്മതിച്ചു എന്ന് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഹെറോദസിനെ കുറിച്ചും ഉള്ള ഒരു വിലാപം ഇതായിരിക്കാം അല്ലെ. ഈശോ കുറെ നന്മകൾ ചെയ്യുന്നു, പക്ഷെ അയാൾ അത് അംഗീകരിക്കാതെ, ഈശോയിൽ വിശ്വസിക്കാതെ അയാൾ മാറി നിന്ന് ഈശോയെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ വചനഭാഗം വായിച്ച് ചെയ്യുമ്പോൾ നമ്മളെ കുറിച്ചും ഈശോയ്ക്ക് ഇങ്ങനൊരു വിലാപമുണ്ടോ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ, സാധ്യതകൾ ദൈവം നമുക്ക് നൽകുന്നു. എന്നിട്ടും നമ്മൾ അത് സ്വീകരിക്കാതെ നമ്മൾ ഈശോയെ മറുതലിച്ച് നമ്മുടേതായിട്ടുള്ള വഴിയിലൂടെ നടക്കുകയാണോ എന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. ജെറുസലേം ജെറുസലേം, പിടക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിന്റെ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിങ്ങളെ ചേർത്ത് നിർത്താനായിട്ട് ഞാൻ എത്രയോ ആഗ്രഹിച്ചു, പക്ഷെ നിങ്ങൾ വിസമ്മതിച്ചു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം വായിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നൽകുന്ന സാധ്യതകളെ ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കാം. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്